ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ചികിത്സ മാത്രമല്ല, ഒരു കപ്പിളിനെ സംബന്ധിച്ച് അതൊരു ഇമോഷണൽ ജേർണി കൂടിയാണ്. പലപ്പോഴും അതിലൂടെ കടന്നു പോകുന്ന ദമ്പതികൾക്ക് അവരനുഭവിക്കുന്ന ടെസ്റ്റുകളും അവരുടെ സ്കാന് അതെല്ലാം വരുമ്പോൾ ഒത്തിരി ആശയവിനിമയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്നാമതായി നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു പങ്കാളി അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ അവരുടെ മെയിൽ പാർട്ട്ണർ പറയുന്ന ഒരു പ്രശ്നമായിരിക്കും, എല്ലാം ശരിയാകും, നമുക്ക് നോക്കാം, നമുക്ക് അടുത്തതിൽ ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒരു ഫീമെയിൽ പാർട്ട്ണറിനെ സംബന്ധിച്ചിട്ട് അവർക്ക് വേണ്ടത് ഒരു സപ്പോർട്ടല്ല, അവരുടെ വിഷമങ്ങൾ പറയാൻ പറ്റുന്ന ഒരാളാണ്. അത് കേൾക്കാൻ, അവരുടെ സൈഡിലുള്ള പ്രോബ്ലംസ് അത് എത്ര ചെറിയതാണെങ്കിലും അത് കേൾക്കാൻ പറ്റുന്ന ഒരാളെയാണ് വേണ്ടത്. രണ്ടാമത്തെ മിസ്റ്റേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫീമെയിൽ പാർട്ട്ണർ അവരുടെ സങ്കടങ്ങൾ പറയാൻ വരുമ്പോഴായിരിക്കും നമുക്ക് അതിനെ പറ്റിയിട്ട് പിന്നീട് സംസാരിക്കാം. പക്ഷെ ഫീമെയിൽ പാർട്ട്ണറിനെ സംബന്ധിച്ചിട്ട് അവരുടെ വിഷമങ്ങൾ ചിലപ്പോഴൊക്കെ അതെല്ലാ സമയത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോഴൊക്കെ അവർക്ക് അതെല്ലാം മോസ്റ്റ്ലി അത് ഉള്ളിൽ ഒതുക്കാനാണ് നോക്കുന്നത്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്രവണതയാണ്. അവരുടെ സങ്കടങ്ങൾ അവരുടെ ആരോടെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ കുറച്ച് കുറയാനാണ് അത് വഴിയൊരുക്കുന്നത്. പിന്നീട് കാണാവുന്ന ഒരു മിസ്റ്റേക്ക് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ പാർട്ട്ണറിന്റെ തരത്തിൽ നിന്നുള്ളൊരു കുറ്റപ്പെടുത്തലാണ്. അവര് ചിലപ്പോൾ ചോദിക്കും, നീ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജേർണിയിലൂടെ പോകുന്ന വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യുക. ചിലർക്ക് അത് വളരെ ഈസി ആയിട്ട് അവർ കടന്നു പോകും. അവരുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് ഡിഫറെന്റ് ആണ്. എത്ര നമ്മൾ ഉപദേശിച്ചാലും, നമ്മൾ പറയാണ് സ്ട്രെസ് അടിക്കരുത് എന്ന് പറഞ്ഞാലും അത് അൺനെസസറിലി അത് നമ്മുടെ വരും, അത് സ്ട്രെസ് വരും. അത് വേറൊരാളുടെ കുറ്റപ്പെടുത്തലാകുമ്പോൾ അത് സ്ട്രെസ്സിന് ഒരിക്കലും കുറയ്ക്കുന്നില്ല, അതിനെ അവർ കൂട്ടുന്നേ ഉള്ളൂ. നാലാമതായി മറ്റൊരു പ്രവണത, അവർ വേറൊരു കപ്പിളുമായിട്ട് അവരെ തന്നെ കമ്പയർ ചെയ്യും. നാച്ചുറൽ ആയിട്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാര്, ഇല്ലെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാര്, അവരെ വെച്ചിട്ട് അവരുടെ ജേർണി കമ്പയർ ചെയ്യും. ഓരോരുത്തരുടെയും ശരീര പ്രകൃതി അത് വ്യത്യസ്തമാണ്. ഓരോ ആളുകൾ ഫെർട്ടിലിറ്റി ജേർണിയിലൂടെ കടന്നു പോകുമ്പോൾ അവരതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഒത്തിരി വ്യത്യാസമാണ്. അവരുടെ ഫെർട്ടിലിറ്റിയിലോട്ട്, വന്ധ്യതയിലോട്ട് കൊണ്ടുവന്ന കാര്യങ്ങൾ, റീസൺസ്, അതിന്റെ പുറകിലുള്ള റീസൺസ് അതും വ്യത്യാസമായിരിക്കാം. അപ്പൊ ഒരിക്കലും നമ്മൾ വേറൊരു കപ്പിളിനെ വെച്ചിട്ട് നമ്മുടെ ഫെർട്ടിലിറ്റി ജേർണി കമ്പയർ ചെയ്യാതിരിക്കും. വേറൊരു പ്രവണത കാണുന്നത് ഇഞ്ചക്ഷൻസുകളും അതുപോലെ തന്നെ ടെസ്റ്റുകളും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ഫീമെയിൽ പാർട്ട്നേഴ്സ് ആണ്. ഒരു തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ ജേർണിയിലൂടെ കടന്നു പോകുന്നത്. അവരനുഭവിക്കുന്ന ഫിസിക്കൽ പെയിൻ ആയിരിക്കാം, അവരുടെ ഹെൽത്ത് അവർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജോബ്, അവരുടെ പ്രൊഫഷൻ അവർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ജേർണി കുറച്ചുകൂടി സ്ട്രെസ്ഫുൾ ആകുന്ന ഫീമെയിൽ പാർട്ട്നേഴ്സിനെ സംബന്ധിച്ചിട്ടാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഫീമെയിൽ പാർട്ട്ണറെ സംബന്ധിച്ച് ഒരു മെയിൽ പാർട്ട്ണർ സപ്പോർട്ടീവായിട്ട് നിൽക്കുമ്പോൾ അവർ ജേർണി കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് പോകും. പ്രശ്നങ്ങൾ ഇല്ലാത്തതല്ല ഒരു ദമ്പതികളെ സംബന്ധിച്ചൊരു വിജയകരമായിട്ടുള്ള ദാമ്പത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു പ്രശ്നം വരുമ്പോൾ അവരെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് അതിനോട് മുന്നോട്ട് പോകുന്നു എന്നതാണ് അവരുടെ ദാമ്പത്യത്തെ കൂടുതൽ വിജയകരമായിട്ട് കൊണ്ടെത്തിക്കുന്നത്.